എല്ലാവരെ കൊണ്ടും ഹരേ രാമ മന്ത്രം ചൊല്ലാൻ പ്രേരിപ്പിച്ചിരുന്നത്. കാരണം സാധാരണക്കാർക്കും എല്ലാവർക്കും കലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗമാണ് ഹരേ രാമ മന്ത്രം. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എല്ലാവരത്തും ഇപ്പോഴും സദാ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രമായിരുന്നു ഹരേ രാമ മന്ത്രം. പക്ഷെ അത് അന്നത്തെ ചില പ്രമാണിമാർക്ക് അത് അത്രയ്ക്കാണ് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ഈ മന്ത്രം എന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമുള്ളതായിരുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ. അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഇതിനെ ഹരേ കൃഷ്ണ മന്ത്രമാക്കിയിട്ട് എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രീതിയിൽ ഹരേ കൃഷ്ണ മന്ത്രമാക്കിയിട്ട് മാറ്റുന്നത്. ഇതിൽ വേറൊരു കഥയും കൂടെയുണ്ട്. നമ്മുടെ ബാങ്കെ ബിഹാരിയുടെ ഒരു വലിയ ഭക്തനായിരുന്നു സ്വാമി ഹരിദാസ് ഠാക്കൂർജി. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ സദാസമയവും ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഊണിലും ഉറക്കത്തിലും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഹരേ കൃഷ്ണ മന്ത്രമാണ് അദ്ദേഹം ജപിച്ചുകൊണ്ട് നാവിൽ